ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്തിയതിന് പിന്നാലെ വലിയ പൊളിച്ചെഴുത്തിലേക്കാണ് ടീം നീങ്ങുന്നത്. ഇതുവരെ ഇന്ത്യ പിന്തുടർന്ന പല കീഴ്വഴക്കങ്ങളും തെറ്റിക്കാനുള്ള നീക്കമാണ് ഗംഭീർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പല നിലപാടുകളും അദ്ദേഹം കടുപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിലൊന്ന് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നത് നിർബന്ധമാക്കിയതാണ്. ഇന്ത്യയുടെ പല യുവതാരങ്ങളും നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമല്ല. ബാക്കി വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവരെല്ലാവരും തന്നെ യുവതാരങ്ങളെല്ലാവരും തന്നെ IPL കളിക്കാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോഴിതാ IPL മാത്രം കളിച്ച് ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സാധിക്കില്ലെന്നാണ് ഗംഭീറിന്റെ ഗംഭീരമായ നിലപാട്. സഞ്ജു സാംസൺ ഉൾപ്പെടെ പല താരങ്ങൾക്കും ഇത് ഒരു പണിയുമാണ്. രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരിക്കെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരമൊക്കെ ലഭിച്ചിരുന്നു. 2020 ലോകകപ്പിലടക്കം സഞ്ജു ടീമിന്റെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ ഗംഭീർ ഇത്തരത്തിലൊരു വലിയ പിന്തുണ നൽകുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നിലവിൽ സഞ്ജു IPL സജീവമാണ്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു ടീമിനെ ഫൈനലിലടക്കം കളിപ്പിച്ചിട്ടുണ്ട്. അവസാന സീസണിൽ പ്ലേ ഓഫിലെത്താനും രാജസ്ഥാനായി. എന്നാൽ IPL അത്ര പ്രാധാന്യം സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിന് കൊടുക്കുന്നില്ല എന്നൊരു അടക്കം പറച്ചിലുണ്ട്. കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ സഞ്ജു കേരളത്തിനായി കളിച്ചിരുന്നു. എന്നാൽ സജീവമായി സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2011 ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ച സഞ്ജു 62 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് കളിച്ചത്. 3623 റൺസും നേടി. 128 ലിസ്റ്റ് എ ക്രിക്കറ്റിൽ നിന്ന് 3487 റൺസും സഞ്ജു നേടി. നിലവിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം നൽകാത്ത സഞ്ജുവിന് ഇനിയത്ര കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ടീമിലെത്താൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാവുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഇഷാൻ കിഷന്റെയും ശ്രേയസ് അയ്യരുടെയും അവസ്ഥ സഞ്ജുവിനും വരും. ഇഷാനും ശ്രേയസും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് നിലവിൽ BCCI കരാറിന് പുറത്താണ്. എന്നാൽ സഞ്ജുവിന് കരാറുണ്ട്. ഇത് നഷ്ടപ്പെടാതിരിക്കാനും ടീമിൽ തുടരാനും കേരളത്തിനായി കൂടുതൽ കളിക്കേണ്ടി വരും. കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് നല്ല വാർത്തയാണെങ്കിലും ജോലിഭാരം നിയന്ത്രിക്കുക സഞ്ജുവിന് കടുപ്പമാകും. ഇത് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ ഉയർത്തുകയും ചെയ്യും. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള പോരാട്ടം കടുക്കുകയാണ്. KL രാഹുലും ഗംഭീറും തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത്. രാഹുൽ നായകനായ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ. അതുകൊണ്ട് തന്നെ 2020 അടക്കം രാഹുലിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ സഞ്ജുവിന് കാര്യങ്ങൾ എളുപ്പമാവില്ല. ധ്രുവ് ജുറേൽ, ജിതേഷ് ശർമ്മ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം ശക്തമായ എതിരാളികളായി സഞ്ജുവിന് മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം സഞ്ജുവിന് പ്രധാനപ്പെട്ടതാണ്. സഞ്ജുവിന് കൂടുതൽ അവസരം നൽകാൻ ഗംഭീർ തയ്യാറാവുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും സഞ്ജുവിനെ പൂർണ്ണമായും ഗംഭീർ തഴയുമെന്ന് കരുതാനാകില്ല. കൂടുതൽ അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സിംബാബ്വെക്കെതിരെ സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ പരമ്പരയിലും സീറ്റ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും അന്തിമ തീരുമാനം ഗംഭീറിൻ്റെതാകുമെന്ന് ഉറപ്പുമാണ്.